ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പറഞ്ഞത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റൊക്കെയാണ്. ഇന്ന് നമ്മൾ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജും ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് ആലോചിക്കാം. ഓക്കെ, എവിടെയൊക്കെ ഇതിനെ അപ്ലൈ ചെയ്യാം, ഏതാണ് നല്ലത്, പണിഷ്മെൻ്റ് ആണോ റീഇൻഫോഴ്സ്മെൻ്റ് ആണോ നല്ലത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. എസ്പെഷ്യലി പണിഷ്മെൻ്റ് ആണ് നമ്മൾ കൂടുതലും വീട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതും നമ്മുടെ കോളേജിലും സ്കൂളിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്യുമോ, എന്താണ് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് നോക്കാം. ശരിക്കും പണിഷ്മെൻ്റാണ് ഏറ്റവും ക്വിക്കസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് തരുന്നത്. ഒരു ബിഹേവിയർ മാറ്റണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വിക്കസ്റ്റ് റിസൾട്ട് തരുന്നത് പണിഷ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ ഇതിന് അതിൻ്റേതായ ദൂഷ്യവശങ്ങളുമുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയാൽ അത് ആ പേഴ്സണ്, ഏതൊരു കുട്ടിയാണെങ്കിലും ആർക്കാണോ നമ്മൾ പണിഷ് ചെയ്യുന്നത് അയാൾക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള കോൺസിക്വൻസസ് വരെ സംഭവിക്കാം. പണിഷ്മെൻറ്റ് സാധാരണ യൂസ് ചെയ്യുന്നുള്ള കേസുകളിൽ ഒരെണ്ണമാണ്. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ, ഒരമ്മയും കുട്ടിയും കൂടെ രാവിലെ ഷോപ്പിങ്ങിന് പോയി. അവർ ഷോപ്പ് ചെയ്ത് അതിൻ്റെ ഇടയിൽ മോൻ റോഡ് ക്രോസ് ചെയ്തു. പെട്ടെന്നൊരു ക്രോസ് ചെയ്യുമ്പം വണ്ടി വരുന്നു. ഓക്കെ, വണ്ടി വന്നിട്ട് ഇടിക്കാൻ വരുന്നു, പക്ഷേ സേഫ് ആവുന്നു. ഓക്കെ, അമ്മ സ്വാഭാവികമായിട്ടും വഴക്ക് പറയുന്നു. അവിടെ പണിഷ്മെൻ്റാണ് വഴക്കെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടിക്കുന്നു. ഓക്കെ, പണിഷ്മെൻറ്റ് കൊടുക്കുന്നു. അപ്പം ഇതൊരു പണിഷ്മെൻറ്റ് ആക്റ്റാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, കുട്ടി ഇനിയും ഇത് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് കൊടുക്കും. അപ്പോൾ ഇനി റോട്ടിൽ കയറുമ്പം ആ തല്ല് ഓർമ്മിച്ചിട്ട് വഴക്ക് പേടിച്ചിട്ടെങ്കിലും കുട്ടി അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത് ആദ്യമേ തന്നെ അമ്മ ആദ്യത്തെ ആ ഇൻസിഡൻറ്റിൽ തന്നെ വഴക്ക് പറയുന്നതുകൊണ്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു, പിന്നീടുള്ള ബിഹേവിയർ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം നമുക്ക് പറയാം പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് അറ്റ്ലീസ്റ്റ് ടെമ്പററിലി എങ്കിലും ആ വ്യക്തിയുടെ ബിഹേവിയറൽ ചേഞ്ചിന് സഹായിക്കുന്നു, ഡിസൈറബിൾ ആയിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യാൻ സഹായിക്കുന്നു. ആൻഡ് ചില കേസുകളിൽ ഇത് തെറാപ്യൂട്ടിക് സെക്ടേഴ്സിലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, സിവിയർ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ഓട്ടിസം പോലുള്ള കുട്ടികളുടെ ന്യൂറോളജിക്കൽ ഡിസോർഡറാണ് ഓട്ടിസം എന്ന് പറയുന്നത്. അപ്പം അതൊരു സൈക്കോളജിക്കൽ ഡിസോർഡറാണ്. അപ്പം അത് ഉള്ള കുട്ടികൾ ചില സമയത്ത് നിങ്ങൾക്കറിയായിരിക്കും, ചിലവർ സ്വന്തം ഹാം ചെയ്യും. സ്കിന്നിൽ സ്വന്തം ടയർ ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ തല കൊണ്ടുപോയി ഭിത്തിയിലിടിക്കാൻ തുടങ്ങും. ഇങ്ങനത്തെ കുറച്ച് പ്രാക്ടീസൊക്കെ ഉള്ള ഒരു രോഗമാണ്. ബേസിക്കലി അവരെ തന്നെ ഇൻജുർ ചെയ്യുന്നൊരു പ്രവണത ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെയുള്ള കേസുകളിൽ വേറെ ഒരു കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റും വർക്ക് ചെയ്യത്തില്ല അതർ ദാൻ പണിഷ്മെൻറ്റ് കൊടുത്തിട്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് കുറയ്ക്കുന്നതെന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുക്കും, ചെറിയ രീതിയിൽ ഇലക്ട്രിക് ഷോക്ക് കൊടുക്കും. അങ്ങനെയാണ് ഈ കുട്ടിയുടെ ആ ബിഹേവിയർ കുറഞ്ഞു വരുന്നത്. ആ കുട്ടിക്കത് ചെയ്യാനുള്ള ചാൻസ് കുറയും ഇതിനെ പേടിച്ചിട്ട്. പക്ഷേ ഈ പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് കുട്ടീനെ സേഫാക്കി വെക്കാനാണ്. കാരണം അത്രയും സിവിയർ ഇഞ്ചുറീസാണ് കുട്ടീനെ തന്നെ, വേറെ വഴിയില്ലെന്നാണ് സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത്. കാരണം ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോൾ അതിന് സമയം വേണം. അറിയാലോ, ഓരോ സ്റ്റിമുലസ് ആഡ് ചെയ്യുമ്പോഴും ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സമയം വേണം. ഓക്കെ, പക്ഷേ പണിഷ്മെൻ്റ് ആണെങ്കിൽ ഇതിന് ഒരു ക്വിക്ക് ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. പക്ഷേ ഒരുപാട് ഡിസഡ്വാൻറ്റേജസും പണിഷ്മെൻറ്റിനുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വെരി ലൈക്ലി ദറ്റ് activities of punishment is likely to be questionable ചില കാര്യത്തിലൊക്കെ. അപ്പം ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അൺഡിസൈറബിൾ കാണിക്കുമ്പോൾ അപ്പം തന്നെയാണ് പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടത്, അല്ലാതെ ഒരാഴ്ച കഴിഞ്ഞിട്ടോ 2 ആഴ്ച കഴിഞ്ഞിട്ടോ അല്ല. ഓക്കെ, സപ്രസ് ചെയ്തിട്ട് ദേഷ്യം കാണിക്കേണ്ട ഒരു സംഭവമല്ല പണിഷ്മെൻറ്റ്. ഓക്കെ, അപ്പം തന്നെ എന്ത് ബിഹേവിയറാണോ, അൺഡിസൈറബിൾ ബിഹേവിയറാണോ കാണിച്ചത് അതിനപ്പം തന്നെ ഒരു റിസൾട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതിനെയാണ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. എന്നാലേ പണിഷ്മെൻറ്റ് എഫക്റ്റീവ് ആവത്തുള്ളൂ. സേ ഫോർ എക്സാമ്പിൾ, ഇത് നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ കാണാവുന്നതാണ്. അച്ഛനും അമ്മേനോടും ബൈക്ക് വേണമെന്ന് പറയുന്നു. അപ്പോൾ അച്ഛനും അമ്മയും മേടിച്ച് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ വീട്ടിലെ ബൈക്ക് യൂസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നിരിക്കട്ടെ. അപ്പോൾ ആ കുട്ടിക്ക് റിബല്യസ് ആവാൻ ചാൻസ് ഉണ്ട്. ഇല്ല എന്ന് പറയുന്നത് ഒരു പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ പറയുമ്പം ആ കുട്ടി റിബല്ലായിട്ട് ഫ്രണ്ടിൻ്റെ ബൈക്ക് എടുത്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട്, വിച്ച് ഇസ് ഡേഞ്ചറസ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ അതിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യണമെന്നാണ് പറയുന്നത്. ചില കേസുകൾ പണിഷ്മെൻറ്റ് വേഴ്സായിട്ട് മാറാം. അപ്പം എഫക്റ്റീവായിട്ട് സമയത്തിന് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് വേണം പണിഷ്മെൻറ്റ് കൊടുക്കാനായിട്ട്. പണിഷ്മെൻറ്റ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഫിസിക്കൽ പണിഷ്മെൻറ്റ് അല്ല. ഫിസിക്കൽ പണിഷ്മെൻറ്റ് കൊടുക്കുന്നവരുണ്ട്, അതും പണിഷ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ അത് കുട്ടികളിൽ ഒരുപാട് അഗ്രഷനും അതുപോലെ വേറെ അൺഡിസൈറബിളുള്ള കാര്യങ്ങളൊക്കെ വളർത്താൻ ചാൻസ് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ, ഒരു വീട്ടിൽ ഒരുപാട് ഒച്ചയും
ഒരുപാട് വഴക്കമുണ്ടാക്കുന്ന ഒരു പാരൻസ് ആണ് എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്തപ്പോഴത്തേക്കും അങ്ങനത്തെ അഗ്രഷനും ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ് അഡൽട്ട്സ് കൊടുക്കുന്നതെങ്കിൽ ആ കുട്ടിയും ഭാവിയിൽ അഗ്രസീവ് ആവാനും മറ്റുള്ളവരോട് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിസിക്കലി അഗ്രസീവായിട്ട് വഴക്ക് പറയുന്ന പാരൻസും ടീച്ചേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി അവരോടുള്ള ദേഷ്യം തന്നെയാണ് എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടാണിത് വേണ്ട എന്ന് പറയുന്നതിന് വേറൊരു കാരണമുണ്ട്. ഇപ്പം ഒരു മിസ്ബിഹേവിയർ സ്റ്റീൽ ചെയ്തു എന്ന് വിചാരിക്കുക. ആ കുട്ടി എന്താ ചെയ്തത് എന്ന് പോലും ആ കുട്ടിക്ക് വ്യക്തമാവാൻ ഒരു സമയം കൊടുക്കണം. ചുമ്മാ ഒരു ദിവസം ഇവൻ എടുത്തു എന്നാൽ അവനെ ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് വടിയെടുത്ത് അടിക്കുമ്പം ആലോചിക്കണം ആ കുട്ടി എന്താ ചെയ്തതെന്നുള്ളത് ആദ്യം അവന് പ്രോസസ്സ് ചെയ്യാൻ പറ്റണം. അല്ലേ അത് ക്ലിയറാക്കി കൊടുക്കണം. ഓക്കെ, എന്തിനാണ് നിന്നെ ഞാൻ അടിച്ചത്, അല്ലെങ്കിൽ എന്തിനാണ് നിന്നെ വഴക്ക് പറഞ്ഞത്? ഓക്കെ, അങ്ങനത്തെ ഒരു ചോദ്യം ആണ് അവിടെ ആവശ്യം. അല്ലാതെ വടിയെടുത്തിട്ട് പോത്തിനെ തല്ലുന്ന പോലെ തല്ലിക്കഴിഞ്ഞാൽ അത് പിന്നീട് പ്രശ്നങ്ങളുണ്ടാക്കും. കാരണം ആ കുട്ടിയുടെ മനസ്സിൽ അതൊരു തെറ്റാണ് എന്നുള്ളത് പഠിക്കുന്നേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സ്റ്റഡീസ് പറയുന്നത് ഇങ്ങനെ ഫിസിക്കലി അബ്യൂസ് കിട്ടിയ പിള്ളേർ, ഒരുപാട് കിട്ടിയ പിള്ളേരെന്നൊക്കെ പറയുന്നത് പിന്നെ വലുതാകുമ്പം കോൺഫിഡൻസ് കുറവായിരിക്കും, അവർക്ക് ഫിയർ ഉണ്ടാവും, അതുപോലെ സെൽഫ് എസ്റ്റീമൊക്കെ ലോ ആയിരിക്കും എന്നുള്ളതാണ് സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത്. ആൻഡ് പണിഷ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പണിഷ്മെൻറ്റ് കൊടുക്കുമ്പം ഒരിക്കലും അത് എന്തിനു വേണ്ടിയാണ് കൊടുത്തതെന്നുള്ളത് മനസ്സിലാക്കില്ല. ഓക്കെ, ഇപ്പോൾ ഡിസൈറബിളാക്കി ബിഹേവിയറാക്കി മാറ്റിയാലും പോലും എന്തുകൊണ്ടാണെന്നുള്ളത് ക്ലിയർ ആക്കണം. ഓക്കെ, അത് ക്ലിയർ ആക്കിയിട്ട് പണിഷ്മെൻറ്റ് കൊടുക്കാനേ പാടുള്ളൂ. സേ ഫോർ എക്സാമ്പിൾ, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം ക്ലാസ്സിൻ്റെ ജനലിൽ കൂടെ പുറത്തോട്ട് നോക്കുന്ന ഒരു കുട്ടീനെ വഴക്ക് പറയുന്നു ടീച്ചർ, അല്ലെങ്കിൽ അടിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ പണിഷ് ചെയ്തു. അപ്പം ആ കുട്ടി ഒരിക്കലും ഇനിയും പുറത്തോട്ട് നോക്കത്തില്ലായിരിക്കും, പക്ഷേ നിലത്തോട്ടായിരിക്കും നോക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് ക്ലിയർ ആക്കാതെ ഇതിലൊന്നും ഒരു കാര്യമില്ല. അപ്പം അതാണ് പണിഷ്മെൻറ്റിൻ്റെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. സോ അൺലെസ് വി ടീച്ച് her or him the appropriate way to respond, there is no use. ഓക്കെ, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനലിലോട്ട് നോക്കി, അതിന് പകരം വേറൊരു അൺഡിസൈറബിൾ ബിഹേവിയർ നിലത്തോട്ട് നോക്കാൻ തുടങ്ങി. അപ്പം ക്ലിയർ ആക്കുക എന്നുള്ളതാണ് മെയിൻ. ഏറ്റവും എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ പണിഷ്മെൻറ്റ് കൊടുക്കാതിരിക്കത്തില്ല, കാരണം അതൊരു ഇമ്പൾസീവായിട്ട് വരുന്ന സംഭവമാണ്. പണിഷ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടൊരു റീഇൻഫോഴ്സ്മെൻറ്റും കൂടെ കൊടുത്താലേ ആ ബിഹേവിയർ മാറുന്നത് സ്ട്രോങ് ആവത്തുള്ളൂ. ഓക്കെ, ആ റീഇൻഫോഴ്സ്മെൻറ്റ് സ്റ്റേജും കൂടെ പയ്യെ ചെയ്യണം. എന്തിന്? ഇപ്പം അൺഡിസൈറബിളായിട്ടുള്ള ബിഹേവിയർ ചെയ്തു. ഓക്കെ, പിന്നീട് പുള്ളിക്കാരൻ പയ്യെ പണിഷ്മെൻറ്റ് നല്ലത് ചെയ്യുമ്പം പുള്ളിക്കാരന് റീഇൻഫോഴ്സ്മെൻറ്റ് ഏജൻസും കൊടുക്കണം. ഗുഡ് എന്നുള്ള കാര്യങ്ങൾ പറയുക, എക്നോളജ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ്, ചെറിയ ടോക്കൺസ് ഒക്കെ കൊടുക്കുമ്പം ഈ ബിഹേവിയർ കംപ്ലീറ്റ്ലി മാറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ ലെവൽ. ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ഇവിടേക്കാണ് വർക്ക് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ലേണിംഗ് ഈസ് ദർ എവരിവെയർ. ഓക്കെ, നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് കണ്ടുപിടിക്കാൻ പറ്റും. തെറാപ്യൂട്ടിക് സെറ്റിങ്സിലൊക്കെ ഇതിനനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. എസ്പെഷ്യലി ചിൽഡ്രൻ എഡ്യൂക്കേഷണൽ ഹോംസ്, അതുപോലെ ഓട്ടിസം ഉള്ള പിള്ളേർ, MR ഉള്ള പിള്ളേർ, LD ഉള്ള പിള്ളേർ, മെൻ്റൽ റിട്ടാർഡേഷനും ലേണിംഗ് ഡിസബിലിറ്റിയൊക്കെ കുട്ടികൾക്കുള്ള സ്കൂളുകളുണ്ട്. ഇതിലൊക്കെ മെയിനായിട്ട് വർക്ക് ചെയ്യുന്ന ലേണിംഗ് പ്രിൻസിപ്പിൾസാണ്. BF സ്കിന്നറിൻ്റെ ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് എല്ലാം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. ഓക്കെ, നമ്മൾ ഇനിയും പറയാൻ പോകുന്നത് ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഓക്കെ, ഷെഡ്യൂൾസ് എന്ന് പറയുമ്പോൾ അത് ടൈമുമായിട്ട് റിലേറ്റഡ് ആണ്, അല്ലേ? ടൈമിംഗ് ഓഫ് ലൈഫ്സ് റിവാർഡ്സ്, അതിനെക്കുറിച്ചാണ് ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് പറയുന്നത്. ഇപ്പോൾ ചില കേസുകൾ നമുക്കറിയാം, റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടാത്ത കാര്യങ്ങൾക്ക് നമ്മൾ ബിഹേവ് ചെയ്യാറുണ്ട്. ഈവൻ ദോ റീഇൻഫോഴ്സ്മെൻറ്റ് ഇല്ലെങ്കിലും നമ്മുടെ ബിഹേവിയർ അത് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു മീൻ പിടിക്കാൻ പോകുന്നു, അയാൾക്ക് മീൻ കിട്ടുന്നില്ല. ഓക്കെ, അയാൾ ഒന്നുമില്ലാതെ തിരിച്ചു വരുന്നു. എന്നിട്ടും അയാൾ നെക്സ്റ്റ് ഡേ പോകുന്നു. അവിടെ അയാൾക്ക് ഒരു റീഇൻഫോഴ്സ്മെൻറ്റും കിട്ടിയില്ല. ഓക്കെ, ചില കേസുകൾ ടെലിമാർക്കറ്റുകാർ, അവർക്ക് ഒരു ഫോൺ കോളും വന്നിട്ടില്ല, എന്നിട്ടും അവർ നെക്സ്റ്റ് ഡേ പോകുന്നു. ചില കേസുകളിൽ ലോട്ടറി കിട്ടുന്നില്ല, എന്നിട്ട് നമ്മൾ ലോട്ടറി എടുക്കുന്നു. അപ്പം ഇതൊക്കെ റീഇൻഫോഴ്സ്മെൻറ്റ് ഇല്ലാഞ്ഞിട്ടാണോ? എന്നിട്ടും ചെയ്യുന്നുണ്ട്. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഈ റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതും സാധാരണ ഉള്ളതിലും ഹൈ ഫ്രീക്വൻസിയിലും പെർസിസ്റ്റൻസിലുമാണ്, എന്നിട്ട് പോലും ബിഹേവിയർ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇത് കാണിക്കുന്നത് റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടിന്യൂസ്ലി കിട്ടണമെന്നില്ല ഒരു ബിഹേവിയർ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ. കുറച്ച് നാളുടെ ഇടവേളയ്ക്ക് ശേഷം റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ
പറയപ്പെടുന്നത് ബെറ്ററായിട്ട് നമുക്ക് ബിഹേവിയർ മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ബിഹേവിയർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ദാൻ എപ്പോഴും റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുന്നതിലും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നതും ബിഹേവിയറിൽ വലിയ മാറ്റങ്ങളുണ്ടാകത്തില്ല. ഒരു ടൈം ഗ്യാപ്പ് വേണം അല്ലേ? ടൈം ഗ്യാപ്പിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുന്നതും ഒരു ബിഹേവിയർ കണ്ടിന്യൂ ചെയ്യാനുള്ള ഫാക്ടറാണ്. ഇപ്പം വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ഫ്രീക്വൻസി ആൻഡ് ടൈമിംഗ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഓക്കെ, വി ആർ ടോക്കിംഗ് അബൌട്ട് ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. സോ അതിൻ്റെ ഡെഫിനിഷനാണ് ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് is different patterns of frequency and timing of reinforcement following desired behavior. ഇതിനെയാണ് ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുന്നതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് വിളിക്കുന്നത്. എ ഷെഡ്യൂൾ ഇൻ വിച്ച് ബിഹേവിയർ ഇസ് റീഇൻഫോഴ്സ്ഡ് എവറി ടൈം ദ ബിഹേവിയർ ഒക്കേഴ്സ്. ഓക്കെ, അപ്പം മീൻ പിടിക്കാൻ പോയി എപ്പോഴെപ്പോഴും മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് വിളിക്കാം. എന്നാൽ ഇഫ് ഇറ്റ് ഈസ് റീഇൻഫോഴ്സ്ഡ് but sometime, not all of the time, it is called as partial or intermittent reinforcement schedule. A schedule in which behavior is reinforced some but not all of the time. എപ്പോഴും കിട്ടുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രം. അതിനെയാണ് പാർഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്റ്റഡീസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ലേണിംഗ് നടക്കണമെങ്കിൽ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ് തന്നെ വേണം, ഇടയ്ക്കിടയ്ക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടണം. പക്ഷേ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന ലേണിംഗ്, കുറേ നാളത്തേക്ക് ലാസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? പാർഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ കൊടുക്കുമ്പോഴാണ്. ഒരു ബിഹേവിയർ മാറുവാണ്, അത് ഏറ്റവും കൂടുതൽ നാളത്തേക്ക് ദൈർഘ്യമായിട്ട് നിൽക്കുന്നത് പാർഷ്യലി റീഇൻഫോഴ്സ്ഡ് ചെയ്യുമ്പോഴാണ്, ഇടയ്ക്കിടയ്ക്ക് മാത്രം റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോഴാണ്. മേ ബി ബിക്കോസ് ആ റീഇൻഫോഴ്സ്മെൻറ്റ് വാല്യൂ കൂടുന്നുണ്ടാവാം, അതിനൊരു വിലയുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് കിട്ടുമ്പോൾ എപ്പോഴും കിട്ടുന്നതിലും വാല്യൂ ആയിരിക്കും. അത് എന്തുകൊണ്ടാണ് ഇത് സ്ട്രോങ് ആവുന്നത്? നമുക്കതിനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഇപ്പോൾ ഈ എക്സാമ്പിളിൽ നിങ്ങൾ 2 ഒബ്ജക്റ്റ്സ് എടുക്കുക. ഒന്ന് വെൻഡിങ് മെഷീൻ എന്ന് കേട്ടിട്ടുണ്ടോ? വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തിനാണോ പൈസ ഇട്ടാൽ അത് നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ മേടിക്കുന്ന ഒരു ഫ്രിഡ്ജ് പോലത്തെ ഒരു സാധനമില്ല, പൈസ കൊടുക്കുന്നു നമുക്ക് ആ കൂൾ ഡ്രിങ്ക് കിട്ടും. അതിനാണ് വെൻഡിങ് മെഷീൻ എന്ന് പറയുന്നത്. അതൊന്നെടുക്കുക. രണ്ടാമതായിട്ട് നമ്മൾ മോളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഡോളിനെ കിട്ടും. ഐ തിങ്ക് ഇറ്റ് ഇസ് കോൾഡ് ലാസ് വെഗസ് സ്ലോട്ട് മെഷീൻ എന്നങ്ങാണ്ട് അതിനെ വിളിക്കുന്നത്, ഐ എം നോട്ട് ഷുവർ. പക്ഷേ അങ്ങനെ 2 മെഷീൻസ് എടുക്കുക. അപ്പം നമ്മൾ വെൻഡിങ് മെഷീൻ യൂസ് ചെയ്യുമ്പം നമുക്കറിയാം, പ്രീവിയസ് എക്സ്പീരിയൻസ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, എപ്പോഴൊക്കെ നമ്മൾ അപ്രോപ്രിയേറ്റ് എമൗണ്ട് ഓഫ് മണി കൊടുക്കുന്നു നമുക്കൊരു റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടും. അതായത് മുട്ടായി അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് തിരിച്ച് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഇസ് കണ്ടിന്യൂസ് എന്ന് പറയാം. പക്ഷേ അതിനെ കമ്പയർ ചെയ്തിട്ട് ആ സ്ലോട്ട് മെഷീൻ, ലാസ് വെഗസ് സ്ലോട്ട് മെഷീൻ എന്ന് പറയുമ്പോൾ അതൊരു ഇൻ്റർമിറ്റൻറ്റ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. നമുക്കറിയാം, നമ്മൾ ലേൺ ചെയ്തിട്ടുണ്ട്, കാശിട്ട് കഴിഞ്ഞാലും എപ്പോഴും കിട്ടണമെന്നില്ല, റീഇൻഫോഴ്സ്മെൻറ്റ് എപ്പോഴും കിട്ടണമെന്നില്ല റിട്ടേണായിട്ട്. നമുക്ക് ലേൺ ചെയ്തേക്കുന്നൊരു ഫാക്റ്റാണ്. നമുക്ക് ഒക്കേഷണലി മാത്രമേ അതിനുള്ള ചാൻസ് ഉള്ളൂ. ഒക്കേഷണലി ഒക്കെ എനിക്ക് ചിലപ്പം സമ്മാനം അടിച്ചേക്കാം എന്നുള്ളത് എനിക്ക് നേരത്തെ ലേൺ ചെയ്തിട്ടുണ്ട്. അപ്പം എടുക്കുക, ഈ 2 മെഷീനും പൊട്ടിയെന്ന് വിചാരിക്കുക. പക്ഷെ നമുക്കിത് പൊട്ടിയ കാര്യം അറിയത്തില്ല. ഓക്കെ, നമ്മൾ കാശിടുന്നു, പക്ഷേ 2-3 പ്രാവശ്യം കിട്ടാത്തപ്പോൾ നമുക്ക് നമ്മൾ ലേൺ ചെയ്യും കാര്യമുള്ള കാര്യമൊന്നുമല്ല എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ ഡിസ്കസ്റ്റിൽ നമ്മളിത് നിർത്തിപ്പോരും. ഈവൻ ഇത് നമ്മൾ വെയിറ്റ് ചെയ്യുമെങ്കിലും നമ്മൾ നിർത്തിപ്പോരും 2-3 പ്രാവശ്യത്തെ എക്സ്പീരിയൻസ് ലേൺ ചെയ്തിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു ഷെഡ്യൂൾഡ് റീഇൻഫോഴ്സ്മെൻറ്റും പാർഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റും, കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റും പാർഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ പറഞ്ഞു പാർഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റാണ് കുറച്ചുകൂടെ ലോങ്ങറായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ വെൻഡിങ് മെഷീൻ്റെ കാര്യം എടുത്തു. വെൻഡിങ് മെഷീൻ്റെ എടുത്ത് നമ്മൾ സമയം ചിലവാക്കുന്നതിലും കൂടുതൽ സമയം നമ്മൾ മറ്റതിൽ ചിലവാക്കും. ഇത് മറ്റേ സ്ലോട്ട് മെഷീനിൽ ചിലവാക്കും. കാരണം നമുക്കറിയാം പാർഷ്യലി മാത്രമേ റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുകയുള്ളൂ, ചിലപ്പോഴേ കിട്ടുകയുള്ളൂ എന്നറിയാം. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കും. അപ്പം അത് കൂടുതൽ നേരം ലാസ്റ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഓക്കെ, ഏത് പാർഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇത് കഴിഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സാണ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിൽ എക്സ്റ്റിങ്ഷൻ പറഞ്ഞു. റീഅപ്പിയറൻസ് ആണ്, ഡിസപ്പിയറൻസ് ആണ് കണ്ടീഷൻ സിസ്റ്റമിൽസിനെ ഡിസപ്പിയർ ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ
കണ്ടീഷൻ റെസ്പോൺസിനെ ഡിസപ്പിയർ ചെയ്യുന്ന പ്രോസസ്സാണ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. ചില കേസുകളിൽ പാർഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഒരുപാട് ലെങ്തിയറും സ്ട്രോങ്ങറും ആയിട്ടായിരിക്കും റിസൾട്ടുകൾ തരുന്നത്. അപ്പോൾ ഈ പാർഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് രണ്ടായിട്ട് പറയാം. ഓക്കെ, ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുന്നതിന് മുമ്പ് എത്രത്തോളം റെസ്പോൺസസ് ആ വ്യക്തി ചെയ്തു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട്, നമ്പർ ഓഫ് റെസ്പോൺസസിനെ ബേസ് ചെയ്തിട്ട് നമുക്കിതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഫിക്സ്ഡ് റേഷ്യോ ആൻഡ് വേരിയബിൾ റേഷ്യോ. എന്താണ് ഫിക്സ്ഡ് റേഷ്യോ ആൻഡ് വേരിയബിൾ റേഷ്യോ? ഇവിടെ റേഷ്യോ എന്നുള്ളത് ഒരു എമൗണ്ട് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എമൗണ്ടാണ്. ഓക്കെ, എത്ര നമ്പർ ഓഫ് അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് റെസ്പോൺസസ് കൊടുത്തു എന്നുള്ള ബേസിലാണ് ഇത് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫിക്സ്ഡ് റേഷ്യോ ആൻഡ് വേരിയബിൾ റേഷ്യോ ഷെഡ്യൂൾസ്. ഇതാണ് 2 ടൈപ്സ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, അതും പാർഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റ് അടിയിൽ വരുന്നത്. ആൻഡ് അതാണ് ഫസ്റ്റ് ഡിവിഷൻ. ആൻഡ് സെക്കൻഡ് ഡിവിഷൻ എന്ന് പറയുന്നത് എത്രത്തോളം സമയത്തിൽ ആണ് റെസ്പോൺസ് തരുന്നത് എന്നുള്ളതിൻ്റെ ബേസിസിൽ, എമൗണ്ട് ഓഫ് ടൈമിൻ്റെ ബേസിസിൽ രണ്ടായിട്ട് പറയുന്നുണ്ട്. ഫിക്സ്ഡ് ഇൻ്റർവെല്ലും വേരിയബിൾ ഇൻ്റർവെല്ലും. ഓക്കെ, ഇൻ്റർവെൽ എന്നുള്ളത് ഇവിടെ ടൈമാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഫിക്സ്ഡ് ഇൻ്റർവെൽ ഷെഡ്യൂൾസ് ആൻഡ് വേരിയബിൾ ഇൻ്റർവെൽ ഷെഡ്യൂൾസ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഫിക്സ്ഡ് റേഷ്യോ ഷെഡ്യൂൾ നോക്കാം. And it is defined as a schedule in which reinforcement is given only after a specific number of responses are made. എന്താണെന്ന് നോക്കാം. അതായത് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് റെസ്പോൺസസ് കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ഓപ്പറൻറ്റിൽ തന്നെ പറഞ്ഞ റാറ്റിൻ്റെ കാര്യം. റാറ്റ് സാധാരണ കേസിൽ ഒരു ലിവർ ഞെക്കിയാൽ തന്നെ ഫുഡ് കിട്ടും. പക്ഷേ ഇവിടെ 10 പ്രാവശ്യം ലിവർ പ്രസ് ചെയ്താൽ മാത്രമേ ഫുഡ് കിട്ടൂ എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഫിക്സ്ഡ് റേഷ്യോ ഷെഡ്യൂൾ. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:10 ആണ്. അതുപോലെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ജോലികൾ അങ്ങനെയാണ്. ഇപ്പം ടൈലേഴ്സിനെയൊക്കെ എടുക്കുക. ടൈലേഴ്സിന് ശമ്പളമൊക്കെ കൊടുക്കുന്നത് മിക്കവാറും എത്രത്തോളം തുണികൾ തയ്ച്ചു എന്നുള്ളതിന് വേണ്ടിയാണ്. അവർക്ക് അതിനനുസരിച്ചാണ് പൈസ കൊടുക്കുന്നത്. ഇപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥരുണ്ട് അങ്ങനത്തെ, അല്ലേ? എത്രത്തോളം ആൾക്കാരെ ക്യാൻവാസ് ചെയ്ത് ബാങ്കിൽ കയറ്റുന്നതിനനുസരിച്ചാണ് അവരുടെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുന്നത് ഒരു റേഷ്യോനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലേ? അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ഫിക്സ്ഡ് റേഷ്യോ ഷെഡ്യൂൾസ് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അവരുടെ പ്രൊഡക്ഷനും ഇൻക്രീസ് ചെയ്യും, അവർക്ക് വർക്ക് ചെയ്യാനുള്ള താല്പര്യം ഇൻക്രീസ് ചെയ്യും, കമ്പനീൻ്റെയും കൂടും. അപ്പം എത്രയും വേഗത്തിൽ അവർക്കത് ചെയ്യാനുള്ള ഒരു സംഭവം വരും. ഇതാണ് ആക്ച്വലി അവിടെയും വർക്ക് ചെയ്യുന്നത്, പ്രൊഡക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇനി വേരിയബിൾ റേഷ്യോ ഷെഡ്യൂൾ നോക്കാം. ഇറ്റ് ഈസ് എ ഷെഡ്യൂൾ ബൈ വിച്ച് റീഇൻഫോഴ്സ്മെൻറ്റ് occurs ആഫ്റ്റർ എ വേരിയിങ് നമ്പർ ഓഫ് റെസ്പോൺസ് റാദർ ദാൻ ആഫ്റ്റർ എ ഫിക്സ്ഡ് നമ്പർ. ഇവിടെ ഒരു സ്പെസിഫിക് എമൗണ്ട് ഒന്നുമില്ല. ഓക്കെ, ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടാൻ സ്പെസിഫിക് എമൗണ്ട് ഓഫ് ജോബ് ചെയ്യണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ റെസ്പോൺസ് ചെയ്യണമെന്നില്ല. ഒരു ആവറേജ് എമൗണ്ടിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, വേരി ചെയ്യാം. ഇതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് ടെലിഫോൺ സെയിൽസ് പേഴ്സൺ ജോബ് എടുക്കുക. കോൾ സെൻറ്ററിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ കാര്യം എടുക്കുക. അവർക്ക് ആക്ച്വലി ഒരു ദിവസം ഇത്രയും കോൾ ചെയ്യണമെന്നുള്ളതല്ല. അവർക്ക് മാക്സിമം പെട്ടെന്ന് കോളുകൾ ചെയ്ത് ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ വിൽക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ചിലപ്പോൾ അത് 20ാമത്തെയും 30ാമത്തെയും കോളിലൊക്കെ മാത്രമായിരിക്കും അവർക്ക് സെയിൽ നടക്കുക. ആൾക്കാരെ കൺവിൻസ് ചെയ്തിട്ട് ആ സെയിൽ നടക്കുക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നമ്പർ ഓഫ് കോൾ ചെയ്യണമെന്നല്ല, പക്ഷേ എത്രയും പെട്ടെന്ന് ഓരോ കോളുകൾ ചെയ്ത് ആൾക്കാരെ കൊണ്ടുവരാമെന്നുള്ളത്. അപ്പോൾ അതിന് ആവറേജ് വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വേരിയബിൾ റേഷ്യോ ഷെഡ്യൂളാണ്. ഓക്കെ, അതുകൊണ്ട് അവർ ജോലി എടുക്കാനുള്ളൊരു മൈൻഡ് സെറ്റും കൂടുന്നു. അവർ പെട്ടെന്ന് കോളുകൾ അറ്റൻഡ് ചെയ്യുന്നു, പെട്ടെന്ന് മാക്സിമം ഗ്യാദർ ചെയ്യുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് ആ കമ്പനിയും വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ പ്രൊഡക്ഷനും അങ്ങനെയാണ് ബേസ് ചെയ്യുന്നത്. അപ്പം വേരിയബിൾ റേഷ്യോ ഷെഡ്യൂളും ഫിക്സ്ഡ് റേഷ്യോ ഷെഡ്യൂളുമാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഇതൊരു ഗ്രാഫാണ് ഇതിൻ്റെ. ഓക്കെ, അപ്പം ഫിക്സ്ഡ് റേഷ്യോ ഷെഡ്യൂൾ കണ്ടറിയാം. ഇടയ്ക്കിടയ്ക്കൊരു പോസ് ഉണ്ട്. സമയത്തിൻ്റെ ഇതെടുക്കുകയാണെങ്കിൽ റിലേറ്റീവ്ലി ഷോർട്ടായിട്ടുള്ള പോസുകളുണ്ട് ഓരോ റെസ്പോൺസിന് മുമ്പ്. വേരിയബിൾ റേഷ്യോ ഷെഡ്യൂൾ എടുക്കുകയാണെങ്കിൽ റെസ്പോൺസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഹൈ ആൻഡ് സ്റ്റഡി റേറ്റിലായിരിക്കും പോകുന്നത്. അതാണ് നമ്മൾ എക്സാമ്പിളായിട്ട് മറ്റേ ടെലിഫോണിൻ്റെ കാര്യം പറഞ്ഞത്. നമ്മളിനിയും പറയാൻ പോകുന്നത് ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ ഇൻ്റർവൽ ഷെഡ്യൂൾസ് ആണ്. നമ്മൾ റേഷ്യോ പറഞ്ഞു, ഇനിയും പറയാൻ പോകുന്നത് ഇൻ്റർവൽ ഷെഡ്യൂൾസ് ആണ്. ഓക്കെ, ബേസിക്കലി ദിസ് മീൻസ് ദ പാസേജ് ഓഫ് ടൈം. അപ്പോൾ
പ്രത്യേകം ഓർപ്പിച്ചിരിക്കുക. മറ്റതിൽ നമ്മൾ നമ്പർ ഓഫ് റെസ്പോൺസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഇപ്പം ഇവിടെ പറയുന്നത് എമൗണ്ട് ഓഫ് ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പം ഒരു ഫിക്സ്ഡ് ഇൻ്റർവെൽ ഷെഡ്യൂൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഒരാൾക്ക് ശമ്പളം കിട്ടുന്നു, മാസം ശമ്പളം കിട്ടുന്നത് ഒരു ആക്ച്വലി ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ ഇൻ്റർവെൽ ഷെഡ്യൂളിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. അവർക്ക് റെഗുലർലി കിട്ടുന്നുണ്ട്, ഒരു സമയ ഗ്യാപ്പിൽ കിട്ടുന്നുണ്ട്, വീക്ക്ലിയോ മന്ത്ലിയോ ഡെയിലിയോ ഒക്കെ കിട്ടുന്നതൊക്കെ ഒരു ഫിക്സ്ഡ് ഇൻ്റർവെൽ ഷെഡ്യൂളാണ്. ആൻഡ് അത് അവരുടെ വർക്കിനെ ബേസ് ചെയ്തിട്ടല്ല. ഓക്കെ, അപ്പം അത് ഇവിടെ ബാധകമല്ല. അവർ ജോലി ചെയ്താൽ അവർക്ക് ശമ്പളം കിട്ടും. അപ്പം പ്രൊഡക്ഷനും പ്രൊഡ്യൂസും ഒക്കെ ചെയ്യുന്നത് ഇതിനെ ബാധിക്കുന്നില്ല. അപ്പോൾ എന്താണ് ഫിക്സ്ഡ് ഇൻ്റർവെൽ ഷെഡ്യൂൾ എന്ന് നോക്കാം. A schedule in which reinforcement is provided for a response only after a fixed time period has elapsed. ഓക്കെ, ഇതിനൊരു എക്സാമ്പിളായിട്ട് നമ്മുടെ ഡെയിലി ലൈഫ് തന്നെ എടുക്കുക. സ്റ്റുഡൻസിൻ്റെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു എക്സാമിൻ്റെ ദൈർഘ്യം കൂടുന്തോറും, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ സെമിസ്റ്റർ എക്സാംസ് ആണ് നിങ്ങൾക്കിപ്പോൾ. ഓക്കെ, സെമിസ്റ്റർ സിസ്റ്റമാണ്. അപ്പം ഇയർലി ആവുമ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാനുള്ള ആ ഒരു ഇൻറ്റൻസിഫിക്കേഷനൊക്കെ കുറയും. എക്സാമിൻ്റെ സമയത്ത് മാത്രം നോക്കുന്നൊരു പ്രവണത വരും. ഓക്കെ, ദാൻ സെമിസ്റ്റർ എക്സാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എക്സാമിൻ്റെ സമയത്ത് സ്റ്റുഡൻസ് ഒരു കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങും. റാപ്പിഡ് ഇൻക്രീസ് ആയിരിക്കും റേറ്റ് ഓഫ് സ്റ്റഡിങ്ങിൽ ആ സമയത്ത് മാത്രം. ഇതായിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആൻഡ് അത് എക്സാം കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊരു ഡിക്ലൈനും ഉണ്ടാവാം. ഇനി അടുത്ത എക്സാമിന് നോക്കാം, എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റി. ഇതൊക്കെയാണ് സാധാരണ നടക്കുന്നത്. ഈ ഒരു എഫക്റ്റാണ് നടക്കുന്നത്. ഫിക്സ്ഡ് ഇൻ്റർവെൽ ഷെഡ്യൂൾ ആയതുകൊണ്ട് അതിൻ്റെ ഡിഫറൻസിലുള്ള സംഭവമാണ് ഈ പറയുന്നത്. ഓക്കെ, അതിൻ്റേതായ ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട്. ഇനി അടുത്ത നമ്മൾ പറയുന്നത് വേരിയബിൾ ഇൻ്റർവെൽ ഷെഡ്യൂളാണ്. ഷെഡ്യൂൾ ബൈ വിച്ച് ദ ടൈം ബിറ്റ്വീൻ റീഇൻഫോഴ്സ്മെൻറ്റ് വേരീസ് അറൗണ്ട് സം ആവറേജ് റാദർ ദാൻ ബീയിങ് ഫിക്സ്ഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഫിക്സ്ഡ് ഇൻ്റർവെൽ ഷെഡ്യൂളിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിലേ ആയിട്ടായിരിക്കും റെസ്പോൺസ് വരുന്നത്. ഓക്കെ, റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാലും ഡിലേ ആയിട്ടായിരിക്കും റെസ്പോൺസ് വരുന്നത്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഡിസയർ ബിഹേവിയർ കൺസിസ്റ്റൻ്റ്ലി ആയിട്ട് ഒരേ ലെവലിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, മറ്റേതിൽ പഠിത്തം പെട്ടെന്ന് ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ, ഒരു കീപ്പ് ചെയ്യുന്നില്ല, മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, കൺസിസ്റ്റൻസി ഇല്ല. അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വേരിയബിൾ ഇൻ്റർവെൽ ഷെഡ്യൂൾ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ മറ്റേ റെസ്പോൺസും റീഇൻഫോഴ്സ്മെൻറ്റും തമ്മിലുള്ള സമയം. ഓക്കെ, അത് ആവറേജ് ആയിരിക്കും. ഓക്കെ, ഫിക്സ്ഡ് ആക്കി വെക്കുന്നതിലും ആവറേജ് രീതിയിലായിരിക്കും. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. ഓക്കെ, ആഴ്ചയിൽ 3 ദിവസം റാൻഡംലി എനിക്ക് തോന്നുമ്പോൾ ചോദ്യം ചോദിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ വേരിയബിൾ ഇൻ്റർവെൽ ഷെഡ്യൂളാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും. ഓക്കെ, ഫിക്സ്ഡ് അല്ല, മറ്റേ വേരിയബിളായിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു പേടിയുണ്ടാവും. അപ്പോൾ നിങ്ങൾ പഠിക്കാനുള്ള ചാൻസ് കൂടുന്നു. അപ്പം സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത് അതാണ്. ഏറ്റവും സ്റ്റുഡൻസിൻ്റെ കേസിൽ ഏറ്റവും വർക്കൗട്ട് ചെയ്യുന്ന വേരിയബിൾ ഇൻ്റർവെൽ ഷെഡ്യൂളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിൽ പിള്ളേർക്ക് റെഗുലർലി കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാനും സർപ്രൈസ് ക്വസ്റ്റ്യനെ പേടിച്ചിട്ട് പഠിച്ചു വരാനൊക്കെ സഹായിക്കും. ഫിക്സ്ഡ് ഇൻ്റർവെൽ ഷെഡ്യൂൾസിനെ കാട്ടി കൂടുതൽ സ്റ്റഡി റേറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്നത് വേരിയബിൾ ഇൻ്റർവെൽ ഷെഡ്യൂളിലാണ്. ആൻഡ് അത് മാത്രമല്ല, ഇത് എക്സ്റ്റിങ്ക്റ്റ് ചെയ്യാനുള്ള ചാൻസും കുറവാണ്. കുറച്ച് സമയം എടുത്തിട്ട് ഇത് എക്സ്റ്റിങ്ക്റ്റ് ചെയ്യത്തുള്ളൂ. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ അൺലേണിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പം ഇത് പയ്യെ മായണമെങ്കിലും ഇതൊരു ശീലമായി മാറും. എക്സ്റ്റൻഷൻ സംഭവിച്ചാലും റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടിയില്ലെങ്കിലും ഇത് പയ്യെ സമയം എടുത്തിട്ട് ഏത് പോവുള്ളൂ, വേരിയബിൾ ഇൻ്റർവെൽ ഷെഡ്യൂൾ മായത്തുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഗ്രാഫ് നോക്കാം. ഫിക്സ്ഡ് ഇൻ്റർവെൽ ഷെഡ്യൂളിൻ്റെ ഗ്രാഫ് ഉണ്ടാവും. ഇപ്പം ഓരോന്നിൻ്റെ ഇടയിലൊരു പോസ് ഉണ്ട്. ആൻഡ് ഒരു എക്സാം വരുന്ന ഒരു കോർണറായിട്ട് എടുക്കുക. ആ സമയത്ത് പീക്കാവുന്നു, ഹൈ ആവുന്നു. ഓക്കെ, ആൻഡ് പിന്നെയും പഴയ പോലെ ആവുന്നു, പിന്നെയും എക്സാം വരുന്നു, ഹൈ ആവുന്നു. അപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു എഫക്റ്റ് ഉണ്ടല്ലോ, അതിനാണ് സ്കാലോപ്പിംഗ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫിക്സ്ഡ് ഇൻ്റർവെൽ ഷെഡ്യൂളിൽ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ അതും എഴുതണം. സ്കാലോപ്പിംഗ് എഫക്റ്റ്, SCALLOPING എഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബിഹേവിയറൽ ചേഞ്ചും മോഡിഫിക്കേഷനുമാണ്. സിമ്പിളായിട്ടുള്ള ബിഹേവിയർ മോഡിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ബിഹേവിയർ മോഡിഫിക്കേഷൻ ഉണ്ട്, അത് നോക്കാം. അപ്പം അങ്ങനെ കോംപ്ലക്സ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ചെയ്യുന്ന 2 രീതിയിൽ ചെയ്യാമെന്നാണ് പറയുന്നത്. ഒന്ന് ഷേപ്പിംഗ് വഴിയും
ഒന്ന് ചെയിനിങ് വഴി. അത് നമുക്ക് ഷേപ്പിംഗ് നോക്കാം. ഡെഫിനേഷൻ എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് ടീച്ചിങ് എ കോംപ്ലെക്സ് ബിഹേവിയർ ബൈ റിവാർഡിങ് ക്ലോസർ ആൻഡ് ക്ലോസർ അപ്രോക്സിമേഷൻ ഓഫ് ദ ഡിസയർഡ് ബിഹേവിയർ. ഇപ്പം നിങ്ങൾ ഈ സെൻറ്റൻസ് വായിക്കുക. ഐ വോണ്ട് ടു ലേൺ ടു ഹെഡ് സ്റ്റാൻഡ്. ഓക്കെ, ഹെഡ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് മറ്റേ യോഗയിൽ നമ്മൾ തല കുത്തി നിൽക്കുന്നതിനാണ് ഹെഡ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അത് പഠിക്കണം എനിക്ക്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് എംഫസൈസ് ദ സർട്ടൻ വേർഡ് കോൾ ലേൺ. ലേൺ എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട് അല്ലേ. ലേൺ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ പറയുകയാണ് ക്യാപിറ്റൽ ഓഫ് അമേരിക്ക ഈസ് വാഷിങ്ടൺ. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളിത് പഠിക്കും, എഴുതി പഠിക്കും, പറഞ്ഞുകൊണ്ട് പഠിക്കും, ചൊല്ലി പഠിക്കും. അമേരിക്ക വാഷിങ്ടൺ, അമേരിക്ക വാഷിങ്ടൺ, അമേരിക്ക വാഷിങ്ടൺ എന്ന് പറയും. ഇതൊരു ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ്. ഓക്കെ, അപ്പം ഫാക്റ്റുകൾ ലേൺ ചെയ്യുക. പക്ഷേ ഇവിടെ ലേണിംഗ് എന്ന് പറയുമ്പം പ്രാക്ടീസ് വേണം. അതിലെന്തെങ്കിലും നോട്ടോ ടെക്സ്റ്റോ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. അതായത് നമ്മൾ എഴുതിയെടുത്തിട്ട് കാര്യമില്ല അല്ലേ. അത് മാറ്റർ ഓഫ് പ്രാക്ടീസാണ്. ഹെഡ് സ്റ്റാൻഡ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. അത് നമുക്ക് നാച്ചുറലി നമ്മുടെ ഉള്ളിലുള്ളതല്ല. ഒരു പേഴ്സൺ ലേൺ ചെയ്ത് പ്രാക്ടീസ് വഴി ലേൺ ചെയ്ത് പഴയ ഗ്രാജുവലായിട്ടാണ് അത് പഠിക്കുന്നത്. ഇങ്ങനത്തെ ലേണിങ്ങിന് ഓപ്പറൻ്റ് കണ്ടീഷനിലൊരു പ്രത്യേക ഐഡിയ തന്നെയാണ്. അതുകൊണ്ടാണ് ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങിൽ ഷേപ്പിംഗ് എന്നതിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഷേപ്പിംഗ് ആണ്. ഷേപ്പിംഗ് എന്താണ്? സക്സസീവ്ലി അല്ലെങ്കിൽ ഗ്രാജുവലി ഒരു ബിഹേവിയർ റീഇൻഫോഴ്സ് ചെയ്യുകയാണ്. എന്തിന്? ഒരു ബിഹേവിയർ ടാർഗറ്റ് ബിഹേവിയർ അച്ചീവ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ടാർഗറ്റ് ബിഹേവിയറിൻ്റെ അടുത്തെത്തിക്കാൻ. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്നോട് വായിക്കാം. ദ പ്രോസസ് ഓഫ് ടീച്ചിങ് എ കോംപ്ലെക്സ് ബിഹേവിയർ ബൈ റിവാർഡിങ് ക്ലോസർ ആൻഡ് ക്ലോസർ അപ്രോക്സിമേഷൻ ഓഫ് ഡിസൈർഡ് ബിഹേവിയർ അല്ലെങ്കിൽ ടാർഗറ്റ് ബിഹേവിയർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ സക്സസീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഗ്രാജുവൽ റീഇൻഫോഴ്സിങ് എന്ന് പറയാം. ആൻഡ് ടാർഗറ്റ് ബിഹേവിയർ എന്നും പറയാം, ഡിസൈർഡ് ബിഹേവിയർ എന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ ഇതിന് വേറൊരു അർത്ഥം എന്ന് പറയുന്നത് ഷേപ്പിംഗ് എന്നുള്ളത് ചുമ്മാ പെർഫോമിങ് ചെയ്യുന്നതല്ല, ഹെഡ് സ്റ്റാൻഡ് പെർഫോം ചെയ്യുക എന്നുള്ളതല്ല. റാദർ അതൊരു പ്രോസസ്സാണ്, ലേണിംഗ് പ്രോസസ്സാണ്. ഹെഡ് സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത ലേണിംഗ് പ്രോസസ്സാണ് എന്ത്? ഷേപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഷേപ്പിംഗ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ബിഹേവിയർ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ, ടാർഗറ്റ് ബിഹേവിയറിലോട്ട് ഷേപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം എന്താണ് ടാർഗറ്റ് ബിഹേവിയർ എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഡിസൈർഡ് ബിഹേവിയർ എന്നുള്ളത്. അപ്പോൾ ഈ കേസിൽ ഹെഡ് സ്റ്റാൻഡാണ് ടാർഗറ്റ് ബിഹേവിയർ. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ നിങ്ങളെന്ന് വിചാരിക്കുക, അങ്ങനെ നിൽക്കുക, എന്നിട്ട് നിങ്ങളിങ്ങനെ ആലോചിക്കുക, എനിക്ക് ഹെഡ് സ്റ്റാൻഡിങ് പഠിക്കണം എന്നും പറഞ്ഞിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ ലേൺ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പം നിങ്ങളത് പഠിക്കുമ്പോൾ ആക്ച്വലി സക്സസീവായിട്ട് ഗ്രാജുവലി റീഇൻഫോഴ്സിങ് ബിഹേവിയേഴ്സൊക്കെ കിട്ടിയിട്ടാണ് നിങ്ങളത് ഹെഡ് സ്റ്റാൻഡിലേക്ക് എത്തുന്നത്. ഹെഡ് സ്റ്റാൻഡ് എന്നുള്ള സംഭവം പഠിക്കാൻ പറ്റി ഗ്രാജുവലി ആയിരിക്കും ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോസസ്സായിട്ട് നിങ്ങളതിന് വേണ്ടി ഒരു യോഗ ക്ലാസ്സിന് വേണ്ടി ഷോ അപ്പ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് അതിൻ്റെ ഒരു റീഇൻഫോഴ്സറായിട്ട് നിങ്ങൾ പോകുന്നത് ഷോയിങ് അപ്പ് ഫോർ യോഗ ക്ലാസ്സസ്. ഓക്കെ, അത് നിങ്ങൾ ചെയ്തു. അപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുന്നുണ്ട്. കാരണം നിങ്ങൾ ഡ്രസ്സ് ഇടുന്നു, നിങ്ങളതിനു വേണ്ടി റെഡി ആവുന്നു, നിങ്ങൾ യാത്ര ചെയ്യുന്നു, അതിനുവേണ്ടി സമയം മാറ്റി വയ്ക്കുന്നു, അതൊക്കെ ഒരു റീഇൻഫോഴ്സറായിട്ട് ആഡ് ചെയ്യുന്നു. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും അത് പോരാ, ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്, അത് മതിയാവാതെ വരും. ഹെഡ് സ്റ്റാൻഡാണ് നമ്മുടെ ഉദ്ദേശം, ടാർഗറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സിൽ പോകുന്നത് മാത്രമല്ല, നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു യോഗ മാറ്റിൽ പോയിട്ട് പ്രാക്ടീസ് തുടങ്ങും. ഓക്കെ, നമ്മൾ പ്രാക്ടീസ് തുടങ്ങി യോഗ മാറ്റിൽ പോയിട്ട് പ്രവർത്തനങ്ങളും ഒക്കെ തുടങ്ങി. ഓക്കെ, അപ്പോൾ സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുന്നതിന് ഇഞ്ചുറീസൊക്കെ അവോയ്ഡ് ചെയ്യാൻ, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സ്ട്രെച്ചും ഫ്ലെക്സിബിൾ ആവാനുള്ള പരിപാടികൾ തുടങ്ങി. യോഗ ചെയ്യുന്നതിന് മുമ്പ് പല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇത്രയും ചെയ്തപ്പോൾ. അപ്പോൾ ഇതൊരു റീഇൻഫോഴ്സറാണ്.
അല്ലേ, നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഇത് മതിയാവാതെ വരും. നമ്മുടെ ഹെഡ് സ്റ്റാൻഡ് എന്നുള്ളതാണ് ടാർഗറ്റ് ബിഹേവിയർ. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ കുറച്ചുകൂടെ ബെൻഡ് ചെയ്യാനൊക്കെ തുടങ്ങും. ഓക്കെ, ഇത് ബെറ്ററായിട്ട് നമ്മൾ ചെയ്യാനൊക്കെ തുടങ്ങും. എന്നിട്ട് അവസാനമാകുമ്പോൾ എന്ത് ചെയ്യും, ഹെഡ് സ്റ്റാൻഡ് ചെയ്യും. ഹെഡ് സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കഴിവായി അല്ലേ. ഇതൊക്കെ റീഇൻഫോഴ്സ്മെൻറ്റ് ഏജൻറ്റായി വർക്ക് ചെയ്തു ഏതിലോട്ട്, ഹെഡ് സ്റ്റാൻഡ് ആവാൻ വേണ്ടി അല്ലേ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇതിൽ ആ വ്യക്തിക്ക് നമുക്ക് ഗ്രാജുവലി അല്ലെങ്കിൽ സക്സസീവ്ലി ലേൺ ചെയ്യാൻ പറ്റും അല്ലേ. ടാർഗറ്റ് ബിഹേവിയർ ഇതാണ്, ടാർഗറ്റ് ബിഹേവിയർ തലകുത്തി നിൽക്കുക എന്നുള്ളത്. അതിലോട്ട് എത്തണമെങ്കിൽ സക്സസീവും ഗ്രാജുവലും ആയിട്ടുള്ളൊരു പ്രോസസ്സാണെന്നുള്ളത് മനസ്സിലായി. ഇതിൽ ടിക്ക് എന്ന് പറയുന്നത് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റിനെ കാണിക്കാനാണ്. അപ്പം ഇത് പറയുന്നത് എന്താ, റീഇൻഫോഴ്സ്മെൻറ്റ് എന്നുള്ളത് ഒരു ഫിസിക്കൽ മെറ്റീരിയൽ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അത് നമുക്ക് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ലൈക്ക് പ്രൈസിങ് ആവാം, ഹിയറിങ് ആവാം, യോഗയിലെ ഇൻസ്ട്രക്ടർ പറയുവാണ് ഗുഡ് ജോബ്, ഗ്രേറ്റ് ജോബ് എന്നൊക്കെ പറയുന്നതാവാം. പ്രൈസസ് ഒക്കെ റീഇൻഫോഴ്സസ് ആണ്. ഓക്കെ, അപ്പം ഷേപ്പിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് പെർഫോമിങ് ബിഹേവിയർ ബട്ട് ഗ്രാജുവലി റീഇൻഫോഴ്സിങ് ബിഹേവിയർ ദാറ്റ് ലീഡ് അപ്പ് ടു അപ്രോക്സിമേഷൻ ഓഫ് ഡിസൈർഡ് ബിഹേവിയർ. ഇപ്പം മനസ്സിലായല്ലോ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഇതിനാണ്, അതാണ് ഷേപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ആണ് ഹ്യൂമൻസിൻ്റെ കേസിൽ മാത്രമല്ല ആനിമൽസിൻ്റെ കേസിലും ഉണ്ട്. ആനിമൽ ട്രെയിനേഴ്സൊക്കെ ഷേപ്പ് ചെയ്യുമ്പം ആനിമൽസിനെ ഷേപ്പ് ചെയ്യുന്ന പല എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പം ഒരു ഡോൾഫിനെ ബോളിൻ്റെ അടുത്തോട്ട് ചാടുന്നത് കണ്ടിട്ടില്ല. അതുപോലെ സീല് ഒരു ബോൾ എടുത്തിട്ട് മൂക്കിൻ്റെ അവിടെ വെക്കുന്നു. ഇതൊക്കെ ജനിക്കുമ്പോൾ തന്നെ നാച്ചുറലി ഉണ്ടാകുന്നതൊന്നുമല്ല, ലേൺ ചെയ്യുന്നതാണ്. ലേൺ ചെയ്യാൻ സാധിക്കുന്നത് ഷേപ്പിംഗ് ആണ്. ഓക്കെ, അതും ഗ്രാജുവലായിട്ടുള്ള പ്രോസസ്സിലൂടെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെയും റീഇൻഫോഴ്സിങ് ഉണ്ടെന്ന് മറക്കരുത്. ഓക്കെ, ഇതിന് മറ്റൊരു എക്സാമ്പിൾ പറയാം. ഇതുപോലെയാണ് നമ്മൾ ജിമ്മിൽ പോകുമ്പോഴും വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം ജിമ്മിൽ ആക്ച്വലി നമ്മൾ ആദ്യമൊക്കെ പോകാനായിരിക്കും, ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ജിമ്മിൽ പോകാനായിരിക്കും, ഷോപ്പ് ചെയ്യാനായിരിക്കും ഏറ്റവും പ്രയാസം. പക്ഷേ അത് പോകുന്നുണ്ടെന്നുള്ള ഫാക്റ്റാണ് സത്യം പറഞ്ഞാൽ റീഇൻഫോഴ്സ്മെൻറ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ജിമ്മിൽ പോകുന്നു, ഐ ക്യാൻ ഡൂ ദിസ് എന്നൊക്കെ ഉള്ളൊരു മോട്ടിവേഷൻ ഇല്ലേ, അതാണ് നമ്മൾ ആദ്യം വർക്കൗട്ട് ചെയ്തത്. പിന്നെ അത് നമ്മൾ പയ്യെ വർക്കൗട്ടിൻ്റെ ആദ്യത്തെ സെഷൻസ് ആയിട്ടുള്ള നമ്മുടെ വാമപ്പ് ചെയ്യാനുള്ള സംഭവങ്ങൾ, ഇപ്പം ജോഗിങ് ആയിരിക്കും, റണ്ണിങ് ആയിരിക്കും, നമ്മൾ ഓടി ജിമ്മിലോട്ട് പോകും, അപ്പോൾ ഒരു വാമപ്പ് കിട്ടുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ അവസാനം വർക്കൗട്ട് തുടങ്ങുന്നു, പുഷപ്പിലും പുള്ളപ്പിലും തുടങ്ങുന്നു, ഡംബൽസ് എടുക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് അവസാനമായിരിക്കും നമ്മൾ ബോഡി ബിൽഡിങ്ങിൻ്റെ ഒരു ഫോക്കസിലേക്ക് എത്തുന്നത്. ബൈസ്, ട്രൈസ്, നമ്മുടെ ഷോൾഡർ, ഇതെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ അവസാനം നമ്മൾ കണ്ണാടി നോക്കുമ്പം ഈ എഫക്റ്റ് കാണുന്നു. നമ്മൾ ഓരോ ദിവസവും നമ്മൾ പുഷ് ചെയ്യാതെ മനസ്സിലാവും. ഇതൊക്കെ റീഇൻഫോഴ്സ്മെൻറ്റ് ഏജൻ്റായിട്ട് മാറി അവസാനമാണ് നമ്മൾ ബോഡി ബിൽഡ് ചെയ്യുന്നത്. അതാണ് ടാർഗറ്റ് ബിഹേവിയർ, സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് അല്ലേ. കണ്ണാടി നോക്കുമ്പോൾ ഒരു എഫക്റ്റ് കാണും. അപ്പോൾ നമുക്കിവിടെ വേറെ ഒന്നും വേണ്ടെങ്കിലും ഇവിടെയൊക്കെ ഇൻറ്റേർണലി ഇത് നടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഷേപ്പിംഗ് ആണ്. ഓക്കെ, ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ചെയിനിങ് ആണ്. ഓക്കെ, ചെയിനിങ്ങും ഇതുപോലെ കോംപ്ലക്സ് ബിഹേവിയേഴ്സ് റീഇൻഫോഴ്സ് ചെയ്ത് മാറ്റുക എന്നുള്ളത്, ടാർഗറ്റ് ബിഹേവിയറിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ ഷേപ്പിങ്ങിൻ്റെ അത്രയും കോംപ്ലക്സ് ബിഹേവിയേഴ്സ് അല്ല, കുറച്ചുകൂടെ സിമ്പിളാണ്. ആൻഡ് ഇതെന്ന് പറയുന്നത് രണ്ട് സിമ്പിൾ ബിഹേവിയേഴ്സ് ലിങ്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ചെയിനിങ് പറ്റുന്നത്. ഓക്കെ, ലിങ്കിങ് ടുഗെദർ മൾട്ടിപ്പിൾ സിമ്പിൾ ബിഹേവിയേഴ്സ്. ഇപ്പോൾ ബേസിക്കലി രണ്ട് സിമ്പിൾ ബിഹേവിയേഴ്സ് കണ്ടീഷൻഡ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ട്. ഓക്കെ, രണ്ട് സിമ്പിൾ ബിഹേവിയർ തമ്മിൽ കണ്ടീഷൻ ചെയ്യും. എന്നിട്ട് ഈ കണ്ടീഷൻ ചെയ്ത ബിഹേവിയേഴ്സിനെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. ഓക്കെ, അങ്ങനെ രണ്ട് മൾട്ടിപ്പിൾ ബിഹേവിയറും പെർഫോം ചെയ്ത് സീക്വൻസ് ആക്കുന്നതിനാണ് ചെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവരെ രണ്ട് സിമ്പിൾ ബിഹേവിയേഴ്സിനെ ചെയിൻ ചെയ്യുകയാണ്, രണ്ടാക്കി ടുഗെദറായിട്ട് ബൈൻഡ് ചെയ്യുന്നതിനെയാണ് ചെയിനിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു പീജിയൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് പീജിയനാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ അപ്പോൾ പീജിയന് നമ്മൾക്ക് ചെയിനിങ് നടത്തണം. അപ്പോൾ ആദ്യം നമ്മൾ പീജിയനോട് ലിവർ പ്രസ് ചെയ്യാൻ പറയും. ഓക്കെ, ലിവർ പ്രസ് ചെയ്യാൻ പറയുന്നു. അപ്പം ഇത് പ്രസ്സിങ്
കണ്ടീഷൻഡ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. ഇതാണ് ഒരു ബിഹേവിയറൽ ചേഞ്ച് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ബിഹേവിയർ കണ്ടീഷൻഡായി. പക്ഷേ നമുക്ക് ചെയിനിങ്ങിൽ എന്ത് വേണം? വേറൊരു സിമ്പിൾ ബിഹേവിയറും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു ബിഹേവിയറും കൂടെ ആഡ് ചെയ്യും, ഡിസ്ക് പിക്ക് ചെയ്യാൻ. അപ്പം പീജിയൻ വന്നിട്ട് ലിവർ പ്രസ് ചെയ്തു, റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ ഉടനെ അടുത്ത ഡ്യൂട്ടി കൊടുക്കുന്നു, ഡിസ്ക് പിക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് അതിനും റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നു. ഇതിനാണ് ചെയിനിങ് എന്ന് പറയുന്നത്. അപ്പം ഇതിന് രണ്ടിനും റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുക്കും, ഇത് കഴിഞ്ഞിട്ടും റിവാർഡ് കൊടുക്കും. അവസാനം ഇത് ഒരുമിച്ച് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ റീഇൻഫോഴ്സ്മെൻറ്റ് എടുത്ത് കളയണം. ഓക്കെ, എന്നിട്ട് ലിവർ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് അപ്പം തന്നെ കൊടുക്കുക, ഡിസ്ക് പാക്കിങ് കൊടുക്കുക, എന്നിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ ഇതൊരു ബിഹേവിയറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരും. അപ്പോൾ ഇതിനെയാണ് ചെയിനിങ് എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് ബിഹേവിയർ മാറ്റാം. അപ്പോൾ ഇതിലൂടെ എത്ര എണ്ണം വേണേലും ആഡും ചെയ്യാം, അടുത്തൊരു ബിഹേവിയർ ആഡ് ചെയ്യാം, എന്ത് ബിഹേവിയർ വേണേലും ആഡ് ചെയ്യാം നമുക്കിങ്ങനെ. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സിമ്പിൾ ബിഹേവിയേഴ്സിനെ ആഡ് ചെയ്തതാണ് ചെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻഡിവിജ്വലിന് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തത് കട്ട് ചെയ്തിട്ട് പയ്യെ ആദ്യം കൊടുക്കണം, പിന്നെ പയ്യെ ആദ്യത്തെ ഉണ്ടാകുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് കുറച്ചിട്ട് അത് എക്സ്റ്റിങ്ക്റ്റ് ആക്കി അവസാനം ആണ് എല്ലാം കഴിഞ്ഞിട്ട് വേണം ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാൻ. അങ്ങനെയാണത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള ബിഹേവിയേഴ്സാണ് ഫോക്കസ് ചെയ്യുന്നത് ചെയിനിങ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞത്, 2 തരത്തിലുള്ളത്, ഷേപ്പിംഗ് ആൻഡ് ചെയിനിങ്. നമുക്ക് ഓപ്പറൻ്റ് കണ്ടീഷനിങ് എങ്ങനെയാണ് കുറച്ചുകൂടെ ആപ്ലിക്കേഷനായിട്ട് ചിന്തിക്കാം. ഇതെങ്ങനെയാണ് ബിഹേവിയറൽ മോഡിഫിക്കേഷനിലൊക്കെ നമ്മൾ പറഞ്ഞു, നമ്മുടെ തെറാപ്യൂട്ടിക് സെക്ടേഴ്സിലൊക്കെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, കൗൺസിലിംഗ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്, സ്കൂളുകളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് പറയാൻ വേണ്ടി ഒരു റിയൽ ലൈഫ് കേസ് ഞാൻ പറയാം. അപ്പം ഒരു കപ്പിൾസ് ജീവിക്കുകയാണ്, അവർ 3 കൊല്ലമായിട്ട് ടുഗെദർ ജീവിക്കുന്നു. ഒരു കുറച്ച് നാളായിട്ട് ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് ഫൈറ്റുകൾ നടക്കുന്നു. അവർക്ക് തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ഡിസഗ്രിമെൻറ്റ്സൊക്കെ വരുന്നു. അത് ചെറിയ കാര്യങ്ങൾ, അതായത് പാത്രം കഴുകിയില്ല എന്നത് ഉൾപ്പെടെ അവരുടെ ലവ് വരെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അവരുടെ ബന്ധത്തെ വരെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു അവരുടെ പ്രശ്നങ്ങൾ. അപ്പം ഇത് ഡിസ്റ്റർബായിട്ട് ഇവർ കപ്പിൾസ് ഒരു ബിഹേവിയർ അനലിസ്റ്റ്, അതായത് ഈ പറഞ്ഞ ഓപ്പറൻ്റ് കണ്ടീഷനിങ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകും. അവരെയാണ് ബിഹേവിയർ അനലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ സൈക്കോളജിസ്റ്റ് ഇപ്പം പഠിച്ചിരിക്കുന്നതും സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത് നമ്മുടെ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ടെക്നിക്സ്, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഈ തിയറീനെ ബേസ് ചെയ്തിട്ടാണ് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവരെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈക്കോളജിസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് 2 കൊല്ലത്തെ ഇൻട്രാക്ഷൻസും അവരുടെ ബിഹേവിയേഴ്സൊക്കെ എഴുതി വെക്കാൻ പറയും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പുള്ളി ചെയ്തത്. അപ്പോൾ അടുത്ത 2 ആഴ്ച കപ്പിൾസിനോട് പറഞ്ഞു, നിങ്ങൾ ഇനി നെക്സ്റ്റ് 2 വീക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി കൊണ്ടുവരാൻ പറയും. ഓക്കെ, ആൻഡ് അവർ തിരിച്ചു വന്നപ്പം ഒരു ഡാറ്റ ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. അപ്പം പുള്ളി ഇത് റിവ്യൂ ചെയ്തു, റെക്കോർഡ് ചെയ്തു. അപ്പം അത് വായിച്ചപ്പോൾ പുള്ളിക്കൊരു കാര്യം മനസ്സിലായി, ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. എല്ലാ ആർഗ്യുമെൻറ്റ്സും, ഈ കപ്പിൾസ് തമ്മിലുള്ള എല്ലാ ആർഗ്യുമെൻറ്റ്സും നടന്നത് ഏതേലും ഒരു ജോലി ചെയ്യാതെ, ഏതേലും ഒരു പാർട്ട്ണർ ജോലി ചെയ്യാതെ ഇൻകംപ്ലീറ്റ് ആയിട്ട് വീട്ടിൽ നിന്ന് പോയപ്പോഴോ, അല്ലാതെ അത് ചെയ്തു തീർക്കാതെ പോയപ്പോഴായിരുന്നു ഓരോ ആർഗ്യുമെൻറ്റുകളും ഉണ്ടായി തുടങ്ങിയത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഡിഷ് കഴുകാതെ വെച്ചു, എന്നിട്ട് ക്ലോത്ത്സ് ഡ്രൈ ചെയ്യാതെ അവിടെ തന്നെ വെച്ചു, ഇല്ലെങ്കിൽ കഴുകാനുള്ള ഡ്രസ്സ് കസേരയിൽ വെച്ചു. ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഒരു ആർഗ്യുമെൻറ്റ് വരുന്നതെന്ന് പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഡാറ്റ വെച്ചിട്ട് ബിഹേവിയറൽ അനലിസ്റ്റ് ഒരു കാര്യം തീരുമാനിച്ചു. പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് പുള്ളി ഓരോ ജോലികളും, അതിൽ പറഞ്ഞിരുന്ന ഓരോ ജോലികളും ഈക്വലി ഡിവൈഡ് ചെയ്തു. ഇപ്പം ഡ്രസ്സ് കഴുകുന്നത് ഹസ്ബൻഡാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്നത് വൈഫ്, അങ്ങനത്തെ ഈക്വലി ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഇവർക്ക് കൊടുത്തിരിക്കുന്ന അസൈൻഡ് ആയിട്ടുള്ള ജോബുകൾ, ഇപ്പം ഭർത്താവ് പാത്രം കഴുകുമെന്ന് വിചാരിക്കുക, അപ്പം ആ ജോബുകൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു റിവാർഡ് കൊടുക്കും. വേർബലായിട്ട് വെരി ഗുഡ് എന്ന് പറയേണ്ടി വരും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ചെയ്യാത്തയാൾ $1 അല്ലെങ്കിൽ എത്രയോ രൂപ തിരിച്ച് ഓപ്പോസിറ്റ് പാർട്ട്ണറിന് കൊടുക്കണം എന്ന് പറഞ്ഞു, ചെയ്തില്ലെങ്കിൽ. അപ്പം ഈ ഒരു സംഭവത്തിൽ, അതായത് നമ്മൾ സ്കൂളിലൊക്കെ ഫോളോ ചെയ്യുന്ന സദേ റൂള്, പണ്ട്
പണ്ട് ചില CBSE സ്കൂൾസിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ എന്നൊക്കെ പറഞ്ഞ പരിപാടി. അതുപോലെ പൈസ കൊടുക്കുന്ന ആയിരുന്നു പരിപാടി. അപ്പം ഇവർ കപ്പിൾസ് ഇതിനു വേണ്ടി അഗ്രി ചെയ്തു. എന്നിട്ട് അവർ ഈ സംഭവം ചെയ്യാൻ തുടങ്ങി. അപ്പം ഇതൊരു മാസം ചെയ്യപ്പോഴത്തേക്കും വലിയ വ്യത്യാസങ്ങളൊക്കെ വരാൻ തുടങ്ങി. ആർഗ്യുമെൻറ്റ്സ് കുറയാനും തുടങ്ങി. ആ സമയത്തുണ്ടാകുന്ന ആർഗ്യുമെൻറ്റ്സിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു. ആൻഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കേട്ട ഒരു ബിഹേവിയറൽ മോഡിഫിക്കേഷനാണ്, ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഇതൊരു ടെക്നിക്കാണ്. നമ്മുടെ ഡിസൈറബിൾ ബിഹേവിയേഴ്സ് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യാനും അൺവാണ്ടഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഡിക്രീസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. അപ്പം ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ടാണ്, ഒരു ഇൻസിഡൻറ്റും മറ്റേ ഇൻസിഡൻറ്റും റിലേറ്റഡ് ആണെങ്കിലും അത് തമ്മിലുള്ള ഫ്രീക്വൻസി എങ്ങനെ കുറയ്ക്കാം, ആ ഫസ്റ്റ് നടന്ന ഇൻസിഡൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിൻ്റെ കുറയ്ക്കുവാണെങ്കിൽ അതിനെ നമുക്ക് മാറ്റാൻ പറ്റിയ നമ്മുടെ ടാർഗറ്റ് ബിഹേവിയർ മാറ്റാം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്നാണ്. ഭയങ്കര എഫക്ട്സ് ആണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക്ക് എന്ന് പറയുമ്പം. ഇറ്റ് ഇസ് എ ഫോർമലൈസ്ഡ് ടെക്നിക് ഫോർ പ്രൊമോട്ടിംഗ് ദ ഫ്രീക്വൻസി ഓഫ് ഡിസൈറബിൾ ബിഹേവിയേഴ്സ് ആൻഡ് ഡിക്രീസിങ് ദ ഇൻസിഡൻസ് ഓഫ് അൺവാണ്ടഡ് വൺസ്. അപ്പം അതാണ് അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഭയങ്കര എഫക്റ്റീവാണെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. എസ്പെഷ്യലി മെൻ്റൽ റിട്ടാർഡേഷനുള്ള കുട്ടികൾ, അതുപോലുള്ള ആൾക്കാരൊക്കെ സ്വന്തമായിട്ട് ഡ്രസ്സ് ചെയ്യാനും അവരെ തന്നെ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയത് ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ടാണ്. അതാണ് ഇപ്പോഴും ഫോളോ ചെയ്തതെന്ന് പറയുന്നത്. അപ്പം നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ, സ്മോക്കിംഗ് കുറയ്ക്കാൻ, അതുപോലെ നല്ല ബിഹേവിയേഴ്സ് കൂട്ടാൻ ഇതൊക്കെ സഹായിക്കും. ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ലൈക്ക് ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കത് ചെയ്യാനുള്ള 2 മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗോൾസും ടാർഗറ്റ് ബിഹേവിയറും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഒരുപാട് മാർക്ക് മേടിക്കണം എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ് ബിഹേവിയർ എന്ന് വിചാരിക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റഡി ചെയ്യാനുള്ള സമയം കൂട്ടണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം എത്ര നേരം ഇരുന്നാൽ എനിക്ക് ഇത്രയും കോൺസെപ്റ്റ് തലയിൽ കയറും. ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സംഭവം മനസ്സിലാക്കുക, എനിക്ക് എത്രത്തോളം ഈ ടോപ്പിക്ക് വായിച്ചാൽ മനസ്സിലാവും എന്നുള്ള രീതിയിൽ ഇൻക്രീസ് ചെയ്യാം. ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യാം. അല്ലെങ്കിൽ വെയ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ വെയിറ്റാണ് ടാർഗറ്റ് ബിഹേവിയർ കുറയ്ക്കണം. അപ്പോൾ എത്രത്തോളം കുറയ്ക്കണം, എന്താണ് ടാർഗറ്റ് എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യാം. ഒരു പുതിയ ഭാഷ പഠിക്കണം, അതേതാണ്, എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ റെഡിയാക്കി വെക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈനിങ് എ ഡാറ്റ റെക്കോർഡിംഗ് സിസ്റ്റം ആൻഡ് റെക്കോർഡിംഗ് പ്രിലിമിനറി ഡാറ്റ. നേരത്തെ പറഞ്ഞു, സൈക്കോളജിസ്റ്റ് ഒരു ഡാറ്റ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഡാറ്റ ഉണ്ടാക്കുക. മൂന്നാമതായിട്ട് സെലക്ടിങ് എ ബിഹേവിയറൽ ചേഞ്ച് സ്ട്രാറ്റജി. പല മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം ലേണിങ്ങിൽ തന്നെ. അപ്പം ഏത് വേണം എന്നുള്ളത് ചൂസ് ചെയ്യുക. അപ്പോൾ ഏത് ബിഹേവിയറൽ പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് നമുക്ക് മാറ്റാവുന്നതാണ്. ചിലപ്പോൾ നമുക്ക് സിസ്റ്റമാറ്റിക് യൂസ് ഓഫ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആയിരിക്കും. വേർബൽ പ്രൈസ് വഴി അടിപൊളി എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്ത് നമുക്ക് നമ്മളെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ നല്ലോണം പഠിക്കുകയാണ്, നമ്മൾ മാർക്ക് മേടിക്കുകയെന്ന് വിചാരിച്ചു നമ്മളൊന്ന് പുറത്ത് പോയി നമ്മളെ തന്നെ ട്രീറ്റ് ചെയ്യുക. അതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റാണ് അല്ലേ. ആക്ച്വലി ഈ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, അൺലേൺ ചെയ്യുക, അൺഡിസൈറബിൾ ബിഹേവിയർ അൺലേൺ ചെയ്യുക. ഇപ്പം ഒരു കുട്ടി ഒരുപാട് വഴക്കുണ്ടാക്കുന്ന കുട്ടി, വീട്ടിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്ന ചെറിയൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക. ആ കുട്ടീനെ ഇഗ്നോർ ചെയ്യുക, അറ്റൻഡ് ചെയ്യാതെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സംഭവം. അപ്പം എക്സ്റ്റിങ്ഷൻ, അൺഡിസൈറബിൾ ബിഹേവിയറിൻ്റെ എക്സ്റ്റിങ്ഷനാണ് നമ്മളവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, സെലക്ടിങ് ദ റൈറ്റ് റീഇൻഫോഴ്സസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് ക്രിട്ടിക്കൽ. ഓക്കെ, ചുമ്മാതെ പോയിട്ട് തോന്നുന്ന പോലെ റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്ക് അതിന് പറ്റിയ സംഭവങ്ങൾ കണ്ടുപിടിക്കുക. കുട്ടികളുടെ കേസിൽ ഏതാണ് നല്ലത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇംപ്ലിമെൻറ്റിങ് ദ പ്രോഗ്രാം. ഓക്കെ, അതിന് ഏറ്റവും വേണ്ടത് കൺസിസ്റ്റൻസിയാണ് ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, ഇപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങളുമുണ്ട്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ റീഇൻഫോഴ്സ് ചെയ്യുക. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയാം, ഒരു അമ്മയ്ക്ക് മകൻ്റെ പഠിക്കുന്ന സമയം കൂട്ടുക എന്നുള്ളതാണ് ടാർഗറ്റ് ബിഹേവിയർ. ഓക്കെ, അപ്പോൾ പഠിക്കാനിരിക്കുമ്പോഴത്തേക്കും കുട്ടി എനിക്ക് സ്നാക്ക് വേണമെന്ന് പറയുന്നു, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറയുന്നു. ഇപ്പം ആ അമ്മ അപ്പം തന്നെ കൊണ്ടുപോയി സ്നാക്ക് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അവിടെ കുട്ടി എന്തിനാണ് സ്നാക്ക് ചോദിച്ചത്,
പഠിക്കാനിരിക്കാനുള്ള വഴിയായിട്ടാണ്, അല്ലെങ്കിൽ അത് ഡിലേ ചെയ്യാനുള്ളതാണ്. അതാണ് അവിടെ റീഇൻഫോഴ്സ് ചെയ്യുന്നത്, അല്ലാതെ പഠിത്തമല്ല. ഓക്കെ, അപ്പോൾ അമ്മ പറയുകയാണ് നീ ഇത്രയും പഠിച്ചാലേ നിനക്ക് സ്നാക്ക് തരൂ എന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റഡിയിങ് ഹാബിറ്റാണ് റീഇൻഫോഴ്സ് ചെയ്യുന്നത്. അല്ലാതെ അപ്പം തന്നെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു ഡിലേ സംഭവിക്കും. അത് റീഇൻഫോഴ്സ് ചെയ്യുന്നത് വെറും ഡിലേയിങ് ടാക്റ്റിക് മാത്രമാണ്. കുട്ടിയുടെ ആ ഒരു എസ്കേപ്പിസമാണ് അവിടെ റീഇൻഫോഴ്സ് ചെയ്യുന്നത്. കഴിഞ്ഞിട്ടില്ല, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പാണ് കെയർഫുള്ളായിട്ട് ഈ റെക്കോർഡുകളൊക്കെ റെക്കോർഡ് ചെയ്യുക. അതായത് നമ്മൾ എന്തൊക്കെയാണോ ഡാറ്റാസ് കളക്ട് ചെയ്തതൊക്കെ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, കീപ്പിംഗ് കെയർഫുൾ റെക്കോർഡ്സ് ആഫ്റ്റർ ദ പ്രോഗ്രാം ഈസ് ഇംപ്ലിമെൻറ്റഡ്. അപ്പം അത് മോണിറ്റർ ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ ടാർഗറ്റ് ബിഹേവിയേഴ്സ് ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് സക്സസ്ഫുൾ ആയോ, ഇത് മുന്നോട്ട് മൂവ് ചെയ്യുന്നുണ്ടോ, നമുക്ക് ആവശ്യമുള്ള കാര്യത്തിലേക്ക് എത്തുന്നുണ്ടോ. നമ്മൾ പറഞ്ഞ അപ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചു ഷേപ്പിങ്ങിൽ. അപ്പം അടുത്തെത്തിയില്ലെങ്കിലും അടുത്തെങ്കിലും വെച്ചാൽ ഫുള്ളായിട്ട് എത്തിയില്ലെങ്കിലും ടാർഗറ്റ് ബിഹേവിയറിൻ്റെ അടുത്തെത്തുന്നുണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക. എന്നിട്ട് അവസാനത്തെ പ്രൊസീജിയറാണ് ഇവാലുവേറ്റിംഗ് ആൻഡ് ഓൾട്ടറിങ് ദ ഓൺ ഗോയിങ് പ്രോഗ്രാം. അപ്പം നമുക്കൊരു റിസൾട്ട് കിട്ടി. അപ്പോൾ അത് നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ മുതലുള്ളതുമായിട്ട് കമ്പയർ ചെയ്യുക, എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ചില കേസിൽ ഇപ്പം ഡ്രസ്സ് താഴെ ഇടുന്ന, ഇപ്പം സ്കൂളിൽ നിന്ന് വന്നിട്ട് കുട്ടി താഴെ ഡ്രസ്സ് ഇടുന്നു. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ഇൻ്റർവെല്ലിന് നമുക്ക് ഓരോ ഫിക്സ്ഡ് ആയിട്ട് ഇൻ്റർവെല്ലിന് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്യാത്ത കേസുകളിൽ നമുക്ക് മനസ്സിലാവും ഇതല്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത അപ്രോച്ച് ട്രൈ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ. ആക്ച്വലി തെറാപ്യൂട്ടിക്കിലും നമ്മുടെ വീടുകളിലും നമ്മൾക്കിടയിലും നമ്മുടെ അനിയന്മാർ, നമുക്ക് അറിയുന്നവരൊക്കെ നമുക്കിത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട്. ഇത് ഒരുപാട് സക്സസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് എല്ലായിടത്തും. ആൻഡ് മോസ്റ്റ് പവർഫുൾ മീൻസ് ഓഫ് മോഡിഫൈങ് ബിഹേവിയർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മൊഡ്യൂൾ പഠിച്ചതോടെ നമുക്ക് മനസ്സിലായി നമ്മുടെ ലേണിംഗ് തിയറി എത്രത്തോളം നമ്മുടെ ലൈഫും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബിഹേവിയറിലൊക്കെ മാറ്റാൻ നമ്മളെ സഹായിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനിയും ഒരു ലേണിംഗ് തിയറിയും കൂടെ പഠിക്കാനുണ്ട്, കോഗ്നിറ്റീവ് അപ്രോച്ചസ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതോടെ കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ തീരത്തുള്ളൂ. ബേസിക്കലി നിങ്ങൾ പഠിച്ചത് ഓപ്പറൻ്റ് കണ്ടീഷനിങ് ആണ്. അപ്പം എൻ്റെ ഒരു സമ്മറി പറയാനാണെങ്കിൽ നമ്മൾ പറഞ്ഞു, ഒരു ബിഹേവിയറൽ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നത് റീഇൻഫോഴ്സ്മെൻറ്റ് വഴിയാണ്. ഒരു ബിഹേവിയർ കാണിച്ചിട്ട് അപ്പോൾ റീഇൻഫോഴ്സേഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബിഹേവിയർ ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അതുപോലെ പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ്, അത് അതിൻ്റെ ബിഹേവിയർ കുറയ്ക്കും, ഡിക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഫ്രീക്വൻസി ഓഫ് ബിഹേവിയർ ഡിക്രീസ് ചെയ്യും. ആൻഡ് ഇതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് വോളണ്ടിയർ ആയിട്ടായിരിക്കും ഓർഗാനിസംസ് റെസ്പോണ്ട് ചെയ്യുന്നത് എൻവയൺമെൻറ്റുമായിട്ട്. നമ്മൾ ക്ലാസിക്കലിൽ പറഞ്ഞ് ഇൻവോളണ്ടറി ആണ്, നാച്ചുറലി ഒക്കറിങ് എന്ന് പറഞ്ഞു. ഇത് വോളണ്ടറി റെസ്പോൺസ് ആയിരിക്കും. ഓക്കെ, ഒരു ബിഹേവിയർ ഒക്കർ ചെയ്യുമ്പോൾ അത് കുറയണോ കൂടണോ എന്ന് വിചാരിക്കുന്നത് അതിൻ്റെ കോൺസിക്വൻസസ് ബേസ് ചെയ്തിട്ടാണെന്നുള്ളതാണ് ബേസിക്കലി ഇതിൻ്റെ നേച്ചർ, ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങിൻ്റെ നേച്ചർ. ആ കോൺസിക്വൻസാണ് നമ്മൾ പറഞ്ഞ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, നെഗറ്റീവ് പണിഷ്മെൻറ്റൊക്കെ. ഇപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് ആദ്യം ബിഹേവിയർ ഇൻക്രീസ് ചെയ്യും, പണിഷ്മെൻറ്റ് ബിഹേവിയർ കുറയ്ക്കും. ഓക്കെ, എക്സാമ്പിൾ ഒന്നുകൂടെ പറയാം. ഒരു സ്റ്റുഡൻറ്റ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരു ടെസ്റ്റ് പാസ്സാവില്ല, ഒരു എ മേടിക്കുന്നു. ഓക്കെ, അതാണ് എ എന്ന് പറയുന്നതാണ് ഇവിടെ പോസിറ്റീവ് റീഇൻഫോഴ്സർ. ഇങ്ങനെ മാർക്ക് മേടിച്ചതുകൊണ്ട് തുടർന്നും ഇങ്ങനെ പഠിക്കാൻ, സ്റ്റഡി ഹാർഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഫ്യൂച്ചറിൽ കൂടുന്നു. അതാണ് അവിടെ ഡിസൈറബിൾ ബിഹേവിയർ കൂടി ബിക്കോസ് ഓഫ് പോസിറ്റീവ് റീഇൻഫോഴ്സർ. അതേസമയം വേറൊരു കേസ് എടുക്കുക. ഒരു സ്റ്റുഡൻറ്റ് രാത്രി ചുറ്റാനും പോയി, കറങ്ങാനും പോയി, ഫ്രണ്ട്സിൻ്റെ കൂടെ എക്സാമിൻ്റെ തലേന്നും പോയി, എക്സാമിന് തോൽക്കുന്നു, ഒരു ഇ കിട്ടുന്നു അല്ലെങ്കിൽ എഫ് കിട്ടുന്നു. ഓക്കെ, അതവിടെ പണിഷ്മെൻറ്റാണ്. എഫ് എന്നുള്ളത് ഫെയിൽ ചെയ്യുന്നതൊരു പണിഷ്മെൻറ്റാണ്. ആൻഡ് അതും എന്തിനു സഹായിക്കുന്നു? ആ പണിഷ്മെൻറ്റ് കിട്ടിയതുകൊണ്ട് ഭാവിയിൽ പുള്ളിക്കാരൻ പഠിക്കാൻ സഹായിക്കുന്നു. അല്ലെങ്കിൽ പുറത്ത് പോവാതെ, ഡ്രിങ്ക് ചെയ്യാതെ, അല്ലെങ്കിൽ പുറത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ചുറ്റിക്കറങ്ങാതെ തലേന്നിരുന്ന് പഠിക്കണം എന്നുള്ളത് ബോധ്യമാകുന്നു. അപ്പോൾ അവിടെയും എന്ത് സംഭവിച്ചത്? നല്ലൊരു ബിഹേവിയറൽ മോഡിഫിക്കേഷൻ നടന്നു. പക്ഷേ ഇത് പണിഷ്മെൻറ്റിലൂടെയായിരുന്നു. ഓക്കെ, അപ്പം ഇതാണ് ഓപ്പറൻ്റ് കണ്ടീഷനിങ് എന്നുള്ളത്. ബേസിക്കലി നിങ്ങൾ ഈ ഡിഫറൻസുകൾ മനസ്സിലാക്കിയ, കോൺസെപ്റ്റ് മനസ്സിലാക്കിയ എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ എക്സ്പെരിമെൻറ്റ് പറഞ്ഞു, ടൈപ്സ് പറഞ്ഞു, എന്താണ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞു, ഷെഡ്യൂൾസ് പറഞ്ഞു,
ആപ്ലിക്കേഷൻസ് പറഞ്ഞു, ഷേപ്പിങ്ങും ചെയിനിങ്ങും പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തറവാക്കുക, കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കുക, റീഡ് മോർ. ഐ ബി ഷെയറിങ് ദി നോട്ട്സ് ഓൾസോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വി ആർ ഗോയിങ് ടു സീ കോഗ്നിറ്റീവ് ആസ്പെക്ട്സ്. ഓക്കെ, കോഗ്നിറ്റീവ് ലേണിംഗ് തിയറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.